ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുപോലുള്ള കോഴ്സുകളിൽ ബിടെക് അല്ലെങ്കിൽ BE ചെയ്തവർക്ക്, BE കംപ്ലീറ്റ് ആക്കിയവർക്ക് ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു മെസ്സേജൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തിക്കാണും. നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ജൂൺ 19 ആണ്. ഓക്കെ, ജൂൺ 19 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലാണ് ഈ അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ, അത് ഒരു യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നല്ല, കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു പോസ്റ്റിലേക്ക് ആണ് PSC ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്കറിയാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. സ്കെയിൽ ഓഫ് പേ 55,000 to 1,15,000, അതായത് 1 ലക്ഷം വരെയുള്ള ഒരു സ്കെയിലാണ് വരുന്നത്. ഇൻ ഹാൻഡ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ആവറേജ് ആയിട്ടൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അറൌണ്ട് 70,000 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, നല്ല സാലറി സ്കെയിലുള്ള ഒരു BTech അല്ലെങ്കിൽ MTech ഒക്കെ കഴിഞ്ഞവർക്ക് കേരളത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോബുകളിൽ ഒരെണ്ണമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സാലറി സ്കെയിലും അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസി നിലവിലുള്ളത് ഒരു വേക്കൻസിയാണ്. അതായത് ഈ വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ ഉള്ളൊരു വേക്കൻസി ആയിട്ടോ അല്ലെങ്കിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഒക്കെ ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. ഈ വേക്കൻസി ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാതിരിക്കുകയോ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ട. കാര്യം പല എക്സാമുകൾക്കും വരുമ്പം ആൻറ്റിസിപ്പേറ്റഡ് എന്നോ അല്ലെങ്കിൽ വേക്കൻസി 1 or 2 ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ പോസ്റ്റുകൾ കൂടുതൽ കാണും. അത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്, PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അത് നമ്പർ ഇത്ര കുറവായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരുന്നത് വഴി അറിയാം. എന്തായാലും ഒരു വേക്കൻസി ആയിരിക്കത്തില്ല, അതിൽ കൂടുതൽ വേക്കൻസി ഇതിന് സാധ്യതയുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ട് അറിയാനുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നെ ഏജ് ലിമിറ്റ് 21 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 40 വരെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക, ഏജ് ലിമിറ്റ്. പിന്നെ ഏജ് റിലാക്സേഷൻ, മറ്റ് കാറ്റഗറിക്കൊക്കെ നിങ്ങൾക്ക് 3 to 5 years ഏജ് റിലാക്സേഷനും വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. 3 to 5 years, ഇത് കൂടാതെ പ്ലസ് 3 to 5 years ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, BTech ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ഓർ BE ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓർ ഇക്വലൻ്റ് എന്ന് അവരവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇക്വലൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സൊക്കെ അവിടെ എന്തായിരിക്കും, ഇക്വലൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് നിലവിൽ PSC കൊടുത്തിട്ടില്ല. PSC സാധാരണഗതിയിൽ ലാസ്റ്റ് ടൈം എന്തൊക്കെയായിരുന്നു ഇതിന് ഇക്വലൻ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനൊക്കെ ഇതിന് ഇക്വലൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, BTech ഓർ BE ഇൻ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 ആണ്. നിങ്ങൾ അതിന് മുമ്പേ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങളത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് അങ്ങനെ PSCയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് കിട്ടുന്നതല്ല, അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, അതും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള ഒരു പോസ്റ്റ്, അതിനുവേണ്ടി അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാര്യം ഒത്തിരി പേരൊന്നും ഇതിനുവേണ്ടി നമുക്ക് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകത്തില്ല, വളരെ കുറച്ച് പേരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അത്യാവശ്യം വേക്കൻസിയോട് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് മനസ്സ് വെച്ച് പ്രിപ്പയർ ചെയ്താൽ ക്രാക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനും ഒരു ജോലി ലഭിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതൊന്നും ഇരിക്കരുത്. ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാട്ടിൽ ഒരു ഗവൺമെന്റ് ജോബൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇട്ടാൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ,
അപ്പോൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട ഈ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. കാറ്റഗറി നമ്പർ 69/2024 ഓക്കെ, അപ്പം മറക്കാതെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.